ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അവൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കുവാൻ അറിയാത്ത ആത്മനിർവൃതി നൽകുന്ന വിഷയവുമാണ്. അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. യൂദ എഴുതിയ ലേഖനത്തെ അധികരിച്ചുള്ള 165 എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ദൈവസ്നേഹത്തിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരുവന് ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും നൽകുവാൻ കഴിയും എന്നുള്ളതാണ് ഈ പുസ്തക പഠനത്തിൻ്റെ അവസാന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഓർക്കാനായിട്ട് ഉള്ളത്. യൂദ എഴുതിയ ലേഖനം അതിൻ്റെ 25 വാക്യം ഞാൻ അങ്ങയ്ക്കായിട്ട് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇവിടെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്ന, ദൈവസ്നേഹത്തിൽ തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു ദൈവ പൈതൽ സന്തോഷത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ ചിത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടുണ്ട്. അതിന് ഞാനിങ്ങനെ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തെ ആരാധിക്കുന്നത് പിശാചിനൊരിക്കലും സഹിക്കുവാൻ കഴിയാത്ത വസ്തുതയാണ്. ദൈവം ആരാധ്യനാണ്. അവിടുന്ന് സകല സ്തുതിസ്തോത്ര ബഹുമാനങ്ങൾക്ക് യോഗ്യനാണ്. ദൈവമല്ലാതെ മറ്റാരും ആരാധിക്കപ്പെടുവാൻ യോഗ്യരായിട്ടില്ല. മനുഷ്യർ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ മതസംഹിതകൾ പറയുന്നത് പോലെ ദൈവമൊഴികെ മറ്റാരെയും ആരാധിക്കുവാൻ അനുവാദമില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് അവൻ ആരാധിക്കപ്പെടണം എന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. സ്വർഗത്തിലെ ദൈവത്തെയല്ലാതെ മറ്റെന്തിനെയോ മറ്റാരെയോ ആരാധിക്കുന്ന ആരാധനകൾ അത് തീർച്ചയായിട്ടും ഇൻഡിറക്റ്റ്ലി മറ്റൊരു തരത്തിൽ പിശാചിന് അർപ്പിക്കപ്പെടുന്നതാണ് എന്നുള്ളത് മറക്കരുത്. ദൈവം ആരാധനകളിന്മേൽ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, പിശാചിന് അത് തന്നെയാണ് സഹിക്കുവാൻ കഴിയാത്തത്. ഒരിക്കൽ തിരുവചനത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിൽ പിശാച് തന്നെത്താൻ ഉയർത്തി നിഗളിച്ച് ദൈവത്തിനെതിരായി നിൽക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തെ പോലെയായി തീരുവാനും ദൈവം അർഹിക്കുന്ന ആരാധനയും മഹത്വവും അവന് ലഭിക്കണം എന്നുമുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് ദൈവസന്നിധിയിൽ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തിന് മാത്രമേ സ്തുതിസ്തോത്രങ്ങൾ നൽകാവൂ. മറ്റൊരാളും ആരാധിക്കപ്പെടുവാൻ, മറ്റൊന്നും സ്തുതിക്കപ്പെടുവാൻ യോഗ്യമായിട്ട് പ്രപഞ്ചത്തിലെങ്ങുമില്ല. ദൈവമൊഴികെ ആരെയും ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ അനുവാദം തരുന്നില്ല. നമ്മുടെ ഹൃദയമാകുന്ന ദൈവാലയങ്ങളിൽ നിന്ന് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ പൊങ്ങുന്ന അനുഗ്രഹീതമായ ജീവിതം ഉണ്ടാകുവാൻ കർത്താവ് തുടർന്നും ആഗ്രഹിക്കുക. ഈ 25 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ആധാരം
പുത്രൻ്റെ മേൽവിലാസമാണ്, കാൽവറിയിൽ ചൊരിയപ്പെട്ട തങ്കച്ചോരയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തത്. ദൈവത്തെ ആരാധിക്കുവാനുള്ള യോഗ്യത നൽകിയത് ആ പുത്രൻ്റെ കാൽവറി ക്രൂശിലെ ചൊരിയപ്പെട്ട രക്തമാണ്. നാം ക്രിസ്തുവേശു മുഖാന്തരം പിതാവാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് എന്നുള്ളതും ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ ഇതാ യൂദയുടെ ലേഖനത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒടുവിൽ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ചിത്രത്തിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് മുൻപിലേക്ക് പോവുകയാ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ സ്തുതിക്കേണ്ടുന്നവർ അവരുടെ ജീവിതങ്ങളെ അതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. അവരുടെ അധരങ്ങളിലൂടെയും അവരുടെ ജീവിതത്തിൻ്റെ ശൈലികളിലൂടെയുമെല്ലാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന, ദൈവം സ്തുതിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ജീവിതമുണ്ടാകണം. നാം നമ്മെ തന്നെ ദൈവത്തിനുള്ള ആരാധനയായി സമർപ്പിക്കണം. നമ്മുടെ ശരീരങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒത്തുചേർന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ സ്വർഗത്തിന് പ്രസാദകരമായ സുഗ്രാഹ്യമായ യാഗമായിട്ടത് തീരുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങയ്ക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ മുഖാന്തരമായി തീരണം. അതിന് വിഘാതമായി എന്തെങ്കിലും കുറവുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ജീവിതത്തിൽ തുടർന്ന് മുന്നോട്ട് പോകുവാൻ തമ്പുരാൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.